ഹായ്, പുതിയൊരു റിയാക്ഷൻ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ റിയാക്ട് ചെയ്യാൻ പോകുന്നത് നമ്മുടെ സൂപ്പർ സ്റ്റാർ മഹേഷ് ബാബുവിന്റെ എന്താ പെന്നി എന്ന് പറയുന്ന സോങ്. നമ്മൾ ഇന്നലെ അതിന്റെ ചെറിയൊരു റിയാക്ഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു, പ്രൊമോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോ ഇന്ന് അതിന്റെ മ്യൂസിക് വന്നിട്ടുണ്ട്. അപ്പോ 6 o'clock വരുന്ന പറഞ്ഞിട്ടുണ്ടായിരുന്നു, മുന്നേ ഇറങ്ങിയിട്ടുണ്ട്. ഒരു 4:15 ആയപ്പോ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പൊ എന്തായാലും നമുക്ക് അധികം അറിയില്ല. പ്രത്യേകത കൂടി ഉണ്ടായിരുന്നു. നമ്മളെ മഹേഷ് ബാബു ഗാరు മാത്രല്ല, അവരുടെ മകളും കൂടി അല്ലെ, രണ്ടുപേരും കൂടി വരുന്ന ഒരു പാട്ടാണ്. അപ്പൊ എന്തായാലും നമുക്ക് പാട്ടിന്റെ അതെ, ഇന്നലെ നമ്മൾ ഓൾറെഡി ഏറ്റെടുത്തു. നമ്മൾ ആ ഒരു മൂവ്സും കാര്യങ്ങളൊക്കെ നമ്മൾ എന്താ പറയാ വാവ് എന്ന് പറയണ്ടായി. ബീറ്റൊക്കെ മാസമായിരുന്നു. അപ്പൊ എന്തായാലും ചിലപ്പോ ഈ പാട്ട് പടത്തിൽ ഉണ്ടാകുമോ എന്നുള്ളത് ഒരു നോക്കാം. ചിലപ്പോ എന്റെ ക്രെഡിറ്റിലായിരിക്കാം, ചിലപ്പോ അല്ലെങ്കിൽ എവിടെയെങ്കിലും ഉണ്ടാവും, ചിലപ്പോ പറയാൻ പറ്റില്ല. നോക്കാം. എന്തായാലും നമ്മൾ ഓരോ അറിയുന്നില്ല, പാട്ടിലേക്ക് പോവാം. Perfect gift for your loved ones. വീട്ടുണ്ടോ മകളെന്നെ ഫസ്റ്റ് തമൻ സിംഗർ ഇത് ഡയറക്ടറാണ്. ലുക്ക് ആറ്റിറ്റ്യൂഡ് എല്ലാം ഉണ്ട്. ആളുടെ കൂൾ മൂവ്സ് ആണ്. പരസ്പര ഇഷ്ടപ്പെട്ടല്ലോ. മുണ്ട കൊടുത്തത് ഓടാനേ പൈസ പറഞ്ഞത്. ക്യാഷ് ജിയോക്ക് അതിന്റെ സിംഗർ അല്ലേ, മ്യൂസിക് ഡയറക്ടർ. അത് ഇടയ്ക്കിടയ്ക്ക് വന്നതാണ്.
സ്ക്രീൻ പ്രസൻസ് സ്ക്രീൻ ലുക്ക് ഉണ്ട് കുട്ടിക്ക്. Mass. Let me see. Okay, YC. അതെ. ഇത് ഞാൻ ശ്രദ്ധിച്ചെങ്കിൽ ഫസ്റ്റ് ഓഫ് ഓൾ പറയുന്നത് ഇതിനകത്ത് കൊണ്ടുവന്നിരിക്കുന്ന മഹേഷ് ബാബുവിന്റെ മകൾ, പുള്ളിക്കാരത്തിനെ പറ്റി തന്നെയാണ് ഫസ്റ്റ് പറയേണ്ടത്. കാരണം സ്ക്രീൻ പ്രസൻസ് ഫസ്റ്റ് ടൈം ഇൻട്രൊഡ്യൂസ് ചെയ്യാണ് ലൈക്ക് സ്ക്രീനിലേക്ക്. അപ്പോൾ നമ്മൾ ഇതിനു മുന്നേ ഒന്നും കണ്ടിട്ടൊന്നുമില്ല, പക്ഷെ എന്നാലും എന്താ പറയാ സ്ക്രീൻ പ്രസൻസ് കണ്ണെടുക്കാൻ പറ്റുന്നില്ല, ആ ഒരു രീതിയിൽ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. ആ ഒരു എലഗൻസി എന്നൊക്കെ നമ്മൾ പറയാറില്ലേ, ആ ഒരു സംഭവം എന്തായാലും ഉണ്ട്. അത് പിന്നെ ഉണ്ടാവില്ല. അതെ, മഹേഷ് ബാബുവിനെ പോലെ തന്നെ. പിന്നെ പുള്ളിക്കാരനാണെങ്കിലും നമ്മൾ പറയുണ്ടായില്ല സ്റ്റൈല്, സ്ക്രീൻ ലുക്ക്, ആറ്റിറ്റ്യൂഡ്, ഫുൾ എല്ലാ സംഭവം കൂടി പക്ക ഒരു യൂത്ത് ഐക്കൺ. ഇത്ര വയസ്സൊന്നും പറയാൻ പറ്റില്ല, യൂത്ത് ഐക്കൺ. അതെ, സൂപ്പർ സ്റ്റാർ യൂത്ത് ഐക്കൺ എന്നൊക്കെ നമുക്ക് പറയാം. ആ ഒരു ഇതാണ്. പിന്നെ സോങ്ങിന്റെ മെയിൻ ആയിട്ട് ആ ഒരു ഫീൽ അല്ലെങ്കിൽ ആ ഒരു ബീറ്റ് എന്ന് പറയുന്നത് വേറെ കംപ്ലീറ്റ് എനിക്കൊന്ന് തുടക്കം തൊട്ട് എൻഡ് വരെ ആ ഒരു ബീറ്റ് ഇങ്ങനെ പിടിച്ചു നിൽക്കാണ്. ആ ഒരു ഓളം അല്ലെ, എൻഡ് വരെ ഓളം ഇങ്ങനെ തന്നെ ഉണ്ട്. അതങ്ങനെ കൊണ്ടുവന്നിട്ടുണ്ട്. ആ ഒരു ടൂരു നമ്മളെപ്പോഴും ആ ഒരു മ്യൂസിക് നമ്മൾക്ക് പെട്ടെന്ന് ലൈക്ക് നമ്മൾക്ക് വായിൽ വരുന്ന അല്ലെങ്കിൽ നമുക്ക് എപ്പോഴും പാടാവുന്ന രീതിയിലാണ്, മൂളാൻ പറ്റുന്ന രീതിയിൽ. പിന്നെ ഇതിനകത്ത് പറഞ്ഞിരിക്കുന്ന പെന്നി, എനിക്ക് തോന്നുന്നു ഇതിനകത്ത് കുറെ ഇതിനകത്ത് കണ്ടിട്ടുണ്ടായിരുന്നു ലൈക്ക് ഡോളർ, യൂറോ അതൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ കുറെ കാറ് കയറ്റി നിർത്തിയിട്ടേക്കുന്നു. ഓൾമോസ്റ്റ് ഒരു ബിസിനസ് ടൈക്കോൺ പോലെ, ബിസിനസ് ടൈക്കോൺ പ്ലസ് ഒരു മണി ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ വാല്യൂ, റെസ്പെക്ട് എന്നൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. മൊത്തത്തിലൊരു റിച്ച് പ്ലസ് അതിനോടുള്ള ഒരു എത്രത്തോളം അതിനെ റെസ്പെക്ട് ചെയ്യണം, മണി വാല്യൂ ആണ് മെയിൻ ആയിട്ട് ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇതിനകത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ലൈക്ക് കുറെ സ്ഥലത്തെ വിഷ്വലിലും കണ്ടിട്ടുണ്ടായിരുന്നു, പലയിടത്തും ഇങ്ങനെ കുറെ സിമ്പിള് സംഭവങ്ങളൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇനിയിപ്പോ ഇത് മൂവിയിൽ തന്നെയാണോ ഈ പാട്ട് വരാൻ പോകുന്നത് എന്നുള്ളതാണ് ഒരു ഡൗട്ട്. കാരണം ചിലപ്പോ ഒന്നെങ്കിൽ ചിലപ്പോ പേര് കാണിക്കുമ്പോഴാവാം, അല്ലെങ്കിൽ ടൈറ്റിലാവാം, അല്ലെങ്കിൽ എൻഡ് ക്രെഡിറ്റിലാവാം. അത് ടൈറ്റിലൊക്കെ പറ്റിയിട്ടുള്ള ഒരു സോങ് ആണ്, എൻഡ് ക്രെഡിറ്റ് ആവാം. മൂവിനകത്ത് ആ ഒരു ചിലപ്പോ ഇതിനകത്തൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടായിരിക്കും ആ മൂവി വരുന്നത്. അപ്പൊ അതിന്റെ ഇമ്പോർട്ടൻസും സംഭവങ്ങളൊക്കെ കാണിക്കാൻ ആയിക്കൂടെ ചിലപ്പോ ഇങ്ങനെ കൊണ്ടുവരാറുണ്ട്. അപ്പൊ എന്തായാലും നമ്മള് കലാവതി സോങ് അത് വേറെ ലെവലാണെങ്കിൽ ഇതും അതുപോലെ വേറെ ലെവലാണ്. റൊമാൻറ്റിക് ലെവലില് വേറെ പോവാണ്. ഇത് ഒരു സ്റ്റൈലിഷ് ലുക്ക്, ഭയങ്കര സ്റ്റൈലിഷ്, ഒരു ഭയങ്കര എൻജോയിങ് മൂഡിലുള്ള ഒരു സോങ് അല്ലേ. ഗിറ്റാർ അല്ലേ ഉപയോഗിച്ചിരിക്കുന്നത്? ഗിറ്റാർ ഉണ്ട്, എല്ലാം ഉണ്ട്, മറ്റേ ബാൻഡൊക്കെ ഉണ്ടെന്നില്ലല്ലോ, മുണ്ടെടുത്തിട്ട് എല്ലാം ഇങ്ങനെ എന്നെ കണ്ടില്ലായിരുന്നു ചില സമയത്ത് പൈസക്ക് ഇങ്ങനെ ഇങ്ങനെ വീഴുന്നൊക്കെ കണ്ടില്ല. നമ്മൾ ഈ മ്യൂസിക്കിന്റെ പറയുന്ന സമയത്ത് ഏറ്റവും ഇമ്പോർട്ടന്റ് പാടിയാളും ഗംഭീരമായിട്ട് പാടിയിട്ടുണ്ട്, പാടിയാളും മാസമായിട്ട് പാടി. അതില് സ്ക്രീനിൽ വന്നത് എന്റെ സംശയം ശരിയാണെന്നുണ്ടെങ്കിൽ അവർ രണ്ടുപേരുമാണ് മ്യൂസിക് ഡയറക്ടർ ആൻഡ് സിംഗർ ആണെന്നാണ്. ഇങ്ങനെയുള്ള വീഡിയോസിലൊക്കെ നമ്മളിപ്പോ മറ്റേ ലൈക്ക് ഇവൻ ആരായിരുന്നു അനിരുദ്ധ് ബീച്ചില് നമ്മൾ അനിരുദ്ധൊക്കെ വരുന്ന പോലെ അതുപോലെ ചിലപ്പം അതായിരിക്കാനും സാധ്യത. പിന്നെ കാരണം കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായിരുന്നു കലാവതിന്റെ അകത്തും വന്നിട്ടുണ്ടായിരുന്നു, സിംഗർ വന്നിട്ടുണ്ടായിരുന്നു, സിദ്ധു വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ അറിയാലോ, നമ്മളിപ്പോ ഒരു സോങ് നമ്മൾക്ക് ഇതിന്റെ അകത്ത് അർത്ഥവും കാര്യങ്ങളൊന്നും മനസ്സിലായിട്ടില്ല. പിന്നെ ചില വാക്കുകളൊക്കെ നമുക്ക് പിടികിട്ടി എന്നേ ഉള്ളൂ, ചിലതൊക്കെ പിടികിട്ടിന്നേ ഉള്ളൂ, ഫുള്ളായിട്ടുള്ള മീനിങ് അറിയില്ല. പക്ഷേ എന്താണ് മ്യൂസിക് എൻജോയ് ചെയ്യുന്നതിന് നമുക്ക് അതിന്റെ ഒന്നും ആവശ്യമില്ല അല്ലേ. മ്യൂസിക് എന്ന് പറയുന്നത് അൺകണ്ടീഷണൽ ആണ്. ആ ഒരു ലാംഗ്വേജ് ബാരിയേഴ്സോ കാര്യങ്ങൾ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പല സമയത്ത് ഇതിന്റെ അർത്ഥം നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ നല്ലത് തന്നെയാണ് അർത്ഥം മനസ്സിലാക്കുന്നത്. പക്ഷേ ഇതിനകത്ത് സബ്ടൈറ്റിൽസ് ഒന്നും കാണിച്ചിട്ടില്ല. പക്ഷെ നമുക്ക് അങ്ങനെയല്ല, നമ്മൾ പറയില്ലേ മ്യൂസിക്കിന് എന്ന് വെച്ചാൽ ഇപ്പൊ നമ്മളൊരു ചെറിയൊരു ബീറ്റ്, ഒരു വരിയൊന്നും ഇല്ലാണ്ട് ഒരു ബീറ്റ് കേട്ടാൽ നമ്മൾ എൻജോയ് ചെയ്യും ഇല്ലേ. അതിപ്പോ ഏത് ഭാഷയാണെങ്കിലും, പിന്നെ പ്രത്യേകിച്ച് തെലുഗുലാണെന്നുണ്ടെങ്കിൽ നല്ല സോങ്സ് ഇറങ്ങാറുണ്ട് അല്ലെ. നമ്മള് പ്രത്യേകിച്ച് അടിച്ചുപൊളി സോങ്സ്. ഞാൻ തെലുഗു മൂവീസിലെ സോങ്സ് കാണാൻ തുടങ്ങിയതെന്നറിയോ, മറ്റേത് മഗധീര തൊട്ടിട്ട്. മഗധീരയാണ് ഞാൻ തെലുഗു മൂവി കാണാൻ അല്ലെങ്കിൽ അതൊരു ഇൻട്രൊഡ്യൂസ് ചെയ്തൊരു സംഭവം എന്ന് പറയുന്നത്. അതിനു മുന്നേ നമ്മൾ അല്ലു അർജുന്റെ കണ്ടിട്ടുണ്ട്, പക്ഷെ എന്നാലും അതൊക്കെ നമ്മൾ മലയാളം ഡബ്ഡ് വേർഷൻസ് ആണ് കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ എന്തായാലും നമ്മള് ഈ പടത്തിന് കട്ട വെയിറ്റിംഗ് ആണ്. ഓക്കെ, അപ്പൊ എന്തായാലും പടത്തിന്റെ ഇനിയുള്ള ഏതെങ്കിലും പാട്ട് വരുന്നുണ്ടെങ്കിൽ അതും അല്ലെ. അപ്പൊ എന്തായാലും നിങ്ങൾക്ക് എന്തെങ്കിലും സജഷനോ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സോങ്സ് ഒക്കെ റിയാക്ട് ചെയ്യണം, നമ്മൾ ചെയ്യണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ
എന്തായാലും നമ്മളോട് പറയാ കമന്റ് ബോക്സിൽ നമ്മളായിട്ട് കണക്ട് ചെയ്യാം. ഓക്കെ, വി ലവ് ടു കണക്ട് വിത്ത് യു ഓൾ. ഓക്കെ, എന്തായാലും പുതിയൊരു റിയാക്ഷൻ വീഡിയോ വരുന്നവരേക്കും ബൈ.